നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹരിയാനയിൽ ഭരണത്തകർച്ച. ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിൻ്റെ നേതൃത്വത്തിലുള്ള BJP JJP സഖ്യമന്ത്രിസഭ രാജിവെച്ചിരിക്കുകയാണ്. ഗവർണർ ബന്ധാരു ദത്താത്രേയെ കണ്ട് ഖട്ടർ രാജിക്കത്ത് നൽകിയിരിക്കുകയാണ്. സഖ്യകക്ഷികളായ BJPയും ജനനായക് ജനതാ പാർട്ടിയും അതായത് JJP തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. JJPയെ ഒഴിവാക്കി സർക്കാർ രൂപീകരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രി ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. സർക്കാർ രൂപീകരിക്കാൻ 46 സീറ്റിൻ്റെ ഭൂരിപക്ഷമാണ് വേണ്ടത്. 41 MLAമാരുള്ള തങ്ങൾക്ക് 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയുണ്ടെന്നാണ് BJPയുടെ അവകാശവാദം. അതിനിടെ JJPയുടെ ചില MLAമാർ BJPക്കൊപ്പം ചേരുമെന്നും റിപ്പോർട്ടുണ്ട്. നയാബ് സഞ്ജയ് ഭാട്ടിയയോ മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണമണ്ഡലത്തിൽ ഖട്ടർ മത്സരിക്കുമെന്നും BJP വൃത്തങ്ങൾ പറയുന്നു. ഹരിയാനയിൽ BJPയും സഖ്യകക്ഷിയായ ദുഷ്യന്ത് ചൗട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടിയും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതിനിടെയാണ് ഖട്ടറിൻ്റെ രാജി വന്നിരിക്കുന്നത്. ഖട്ടർ രാവിലെ BJP MLAമാരുടെയും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര MLAമാരുടെയും യോഗം വിളിച്ചിരുന്നു. സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ പുതിയ സർക്കാർ രൂപീകരിക്കാനാണ് നീക്കം. അതേസമയം ദുഷ്യന്ത് പട്ടേലും MLAമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ലോക്സഭയിലേക്ക് സീറ്റ് ചർച്ചകളാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ BJP അന്ന് സ്വന്തമാക്കിയിരുന്നു. ഇക്കുറി ഒരു സീറ്റ് പോലും JJPക്ക് നൽകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല. 2 സീറ്റ് വേണമെന്നാണ് JJPയുടെ ആവശ്യം. 2019 ഒക്ടോബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 90 സീറ്റിൽ 41 സീറ്റാണ് BJP നേടിയത്. തുടർന്ന് JJPയുടെ 10 MLAമാരുടെ പിന്തുണയോടെയാണ് സർക്കാർ രൂപീകരിച്ചത്. ദുഷ്യന്ത് ചൗട്ടാലയ ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 7 സ്വതന്ത്ര MLAമാരിൽ 6 പേരുടെ പിന്തുണയും സർക്കാരിനുണ്ടായിരുന്നു. 2019 ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിടത്ത് ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കേണ്ട സമയത്താണ് ഇത്തരത്തിലൊരു ഭരണ പ്രതിസന്ധി അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ BJP കൂടുതൽ ആധിപത്യം അവിടെ സ്ഥാപിക്കാൻ പോകുന്നു. BJP സഖ്യകക്ഷിയായിട്ടുള്ള ഭരണമല്ല, BJPയും സ്വതന്ത്ര MLAമാരെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഭരണത്തിലേക്കായിരിക്കും അവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്.